ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ദുആ കേട്ട ആ ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ, പടച്ചവനെ ആ ചെറിയ വിഭാഗത്തിൽ എന്നെ ആക്കി തരയണമേ, ആ ചെറിയ കൂട്ടത്തിൽ എന്നെ ആക്കി തരയണമേ. അല്ലാഹുമ്മ ജഅൽനി മിനൽ അഖല്ലീൻ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഇത് എവിടെയും കേൾക്കാത്ത ദുആയാണല്ലോ, ആ ചെറിയ ഗ്രൂപ്പിൽ എന്നെ ആക്കി തരയണമേ, എന്താടോ ഈ ദുആ എന്ന് ചോദിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്ത് ദുആ ഈ പറയണത്? ചെറിയ കൂട്ടത്തിൽ ആ ചെറിയ സംഘത്തിൽ എന്നെ ആക്കി തരയണമേന്നോ? പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്കറിയില്ലേ അള്ളാഹു പറയുന്നത്, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, കുറച്ചാളുകളല്ലേ അവിടെ വിശ്വസിച്ചത്, കുറച്ചാളെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. വഖാല അല്ലാഹ് വഖലീലും മിൻ ഇബാദിയശ് ശകൂർ, എൻ്റെ അടിമകളിൽ വളരെ കുറച്ചാളുകളാണ് നന്ദി ചെയ്യുന്നത് അല്ലാഹു പറഞ്ഞില്ലേ. പിന്നെ അല്ലാഹു പറഞ്ഞു, ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വഖലീലും മാഹും, ഈമാനും സൽക്കർമ്മവും ചെയ്യുന്ന ആളുകൾ അവർ വളരെ കുറവാണ്, ആ കുറഞ്ഞ പാർട്ടിയിലാണ് അല്ലാഹുവേ എന്നെ ആക്കേണ്ടത് എന്നാണ് ഞാൻ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ദ്വാരുന്നതിൻ്റെ അർത്ഥം അതാണ്. ആ നന്ദി ചെയ്യുന്ന ചെറിയ വിഭാഗത്തിൽ, ഈമാനും അമലുസ് സ്വാലിഹും ചെയ്യുന്ന ആ ഒരു കൊച്ചുകൂട്ടത്തിൽ, വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ, കുറച്ചാളുകളെ ഈമാൻ സ്വീകരിച്ചുള്ളൂ, ആ ഉറച്ച ഈമാനുള്ള കുറച്ചാളുകളിൽ എന്നാക്കി തരയണമേ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് ഉമർ ഫാറൂഖ് തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വദഖ്ത്, ഇത് പറഞ്ഞത് കാര്യമുണ്ട്, കൗതുകമുള്ള ദുആയാണത്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷക്കൂറായ ഒരു അടിമയാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. രാത്രി നിസ്കരിക്കുകയും കാലിൽ നീര് വന്ന് വീർക്കുകയും ചെയ്തപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലിമ തഫഅലു ഹകദാ, എന്തിനാണ് നബിയെ അങ്ങ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നത്? ഫർളും കഴിഞ്ഞ് സുന്നത്തും കഴിഞ്ഞ് തഹജ്ജുദ്, ആ തഹജ്ജുദാണെങ്കിലോ എണ്ണമില്ലാത്ത റക്അത്തുകൾ, പാതിരാവുകളിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് കാലിൽ നീര് വന്ന് വീർക്കുമാർ, എന്തിന് നബിയെ നിങ്ങളിത് ചെയ്യണം? അതഫഅലു ഹകദാ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, അങ്ങേക്ക് പാപങ്ങളില്ലല്ലോ നബിയെ, എന്തിനങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നീര് വന്ന് തടിച്ചു നിൽക്കുന്ന ഹബീബിൻ്റെ കാല് നോക്കി പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ആയിഷ ഞാൻ അള്ളാഹുവിന് ഷക്കൂറായ ഒരടിമയാവണ്ടയോ, അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന അടിമയാവണ്ടയോ? അള്ളാഹുവിന് നന്ദിയുള്ളവരായി അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ. ഇബാദത്തുകളിലൂടെ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ കഴിയണം.